6 month സർവീസ് വാറന്റിയോട് കൂടിയിട്ട് ആരും ഇതുവരെ ഒരു കസ്റ്റമറെ കയ്യിൽ പൊട്ടിക്കാത്ത ബോക്സ് സാധനങ്ങളുള്ള 6 month വാറന്റിയിൽ നമ്മൾ ടാബ് ഏതാണ്ട് 11,500 നൽകുന്ന യൂസ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു പേടിയാണ്. എന്തെങ്കിലും രീതിയിൽ തട്ടിക്കൂട്ടി ഒപ്പിച്ച് വെച്ച അത് ഫോണും എടുക്കാം, ആ കയ്യിലുള്ള ഫോൺ ഇങ്ങോട്ട് തന്നിട്ട് അതിന് പൈസ വാങ്ങി പോക്കറ്റിൽ ഇട്ട് പോവുകയും ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, ഒരു ഫോൺ എടുത്ത കസ്റ്റമർക്ക് എന്താ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെ നമ്മുടെ കസ്റ്റമർ കെയർ ലഭ്യമാണ്. പുതിയൊരു ബോക്സ് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് ആക്കി കൊടുക്കുക. ഏതൊരാളും ഒരു മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് എവിടെ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കട്ടെ. അതുപോലെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു സ്റ്റോറി ഇട്ടു. ഏത് മൊബൈൽ ഫോൺ എടുക്കണം, എവിടെയാ ബെറ്റർ ആയിട്ടുള്ള പ്ലേസ്, എവിടെയാ ബെറ്റർ ആയിട്ടുള്ള ഷോപ്പ് എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് വന്നതിലൊരു 60-70% പേരും പറഞ്ഞൊരൊറ്റ പേര്, ദേ മുകളിൽ കാണുന്ന ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞ ഷോപ്പ് കേട്ടോ. ഇവിടെ വന്ന് നിങ്ങൾക്കും ഈ ഒരു ഷോപ്പിനെ പരിചയപ്പെടുത്തി തരണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ഞാനിപ്പം മുകളിൽ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് അറിയണം. അപ്പോൾ മൊബൈൽ ഫോൺ എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലുള്ള പ്ലേസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇതിനെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ മുകളിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഏതായാലും മുകളിൽ പോയിട്ട് നിങ്ങൾക്കും കൂടിയും അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ബാ. ഹായ്, എൻ്റെ പേരെന്താ? പേര് ഷമീർ. ഒരുപാട് കണ്ടിട്ടുണ്ട് വീഡിയോയിലായിട്ടും ഒക്കെ. അപ്പോൾ നേരിട്ടൊന്ന് അറിയണം, നമ്മളെ ഫോളോവേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്താണ് ഈ ബിൽ ഷോപ്പർ എന്ന് പറഞ്ഞാൽ? ബിൽ ഷോപ്പർ എന്ന് പറഞ്ഞാൽ ഷോപ്പറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു ആപ്പൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിവരം. ബിൽ ഷോപ്പർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ 5 പേര് കൂടി സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ബിൽ ഷോപ്പർ. പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് യൂസ്ഡ് മൊബൈൽ, യൂസ്ഡ് ലാപ്ടോപ്പ് ഉണ്ട്. ലാപ്ടോപ്പ് ഈ യൂസ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു പേടിയാണ്. എന്തെങ്കിലും രീതിയിൽ തട്ടിക്കൂട്ടി ഒപ്പിച്ച് വെച്ച സാധനങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾക്ക് 100% വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് ബിൽ ഷോപ്പർ ഉദ്ദേശിക്കുന്നത്. അതും യൂസ്ഡ് മൊബൈൽ ഫോണുകൾക്ക് 6 മാസത്തെ വാറന്റിയിലാണ് ബിൽ ഷോപ്പറിൽ കൊടുക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച കസ്റ്റമർക്ക് 3 ദിവസം വരെ എന്താ കംപ്ലൈൻസ് തോന്നുകയാണ് അവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 3 ദിവസം. അതായത് ഞാൻ പറഞ്ഞ മൊബൈൽ ഫോൺ എടുക്കുക അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് 3 ദിവസമായിട്ട് എനിക്കത് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുകയാണെങ്കിൽ പോലും കുറയാതെ അത് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 ദിവസം ക്യാഷ് റീഫണ്ട് ഓപ്ഷൻ. അതിനുശേഷം 10 ദിവസം വരെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അത് വേണ്ട, അത് കുറച്ചുകൂടി കൂടിയത് വേണം അല്ലെങ്കിൽ കുറഞ്ഞത് വേണം, മാറ്റണം എന്നുണ്ടെങ്കിൽ 10 ദിവസം വരെ ഫോൺ റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം 6 മാസം നമ്മൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. യൂസ്ഡ് മൊബൈലിന് ഇത്രയും കൂടുതൽ അതിലേക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല പ്രൊഡക്റ്റ് മാത്രം നമ്മൾ സെയിൽ ചെയ്യും. ഒരു പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 42 തരം ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്രൊഡക്റ്റ് ഇവിടെ സെയിലിന് വെക്കുക. അത് ഫ്രഷ് കണ്ടീഷൻ ഏത് രീതിയിലാണോ അതേ രീതിയിലുള്ള നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ കാണിച്ചു തരാം. ഫ്രഷ് ഫോൺ ഏത് കണ്ടീഷൻ ഉണ്ടോ അതേ കണ്ടീഷനിലെ യൂസ്ഡ് ഫോൺ മാത്രമേ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. ഒരു പൊടി സ്ക്രാച്ചോ റീപ്ലേസോ അങ്ങനത്തെ ഒന്നുമുള്ള ഒരു പ്രൊഡക്റ്റും ബിൽ ഷോപ്പിൽ സെയിൽ ചെയ്യൂല. 42 ചെക്കിങ് കഴിഞ്ഞാൽ ആ ഫോൺ 100% ഓക്കെ ആയിരിക്കും. അതും ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ആളുകൾക്ക് സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഒരു ഫോൺ എടുക്കുന്ന സാധാരണക്കാരൻ ഒരു 10-30 ഒറ്റ അടിക്ക് എടുക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ ആളുകൾക്ക് അവർക്ക് സിബിൽ സ്കോർ നെഗറ്റീവ് ഇല്ലെങ്കിൽ അവരെ ആധാർ കാർഡ്, പാൻ കാർഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുതിയ ഫോൺ മാത്രമാണോ അല്ലെ സെക്കൻഡ് ഹാൻഡ്? പുതിയ ഫോണും യൂസ്ഡ് ഫോണും. മെയിൻ യൂസ്ഡ് ഫോൺ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1 രൂപ പോലും ഇല്ലാതെ അവർക്ക് ഫുൾ പേയ്മെന്റും EMI ആയിട്ട് കൊടുത്തോളാൻ പറ്റും. 0 പേയ്മെന്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ നമ്മളൊരു സ്റ്റോറി ഇട്ട സമയത്ത് ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി ഇട്ട സമയത്ത് ഇതുപോലെ ഈ ഒരു ബിൽ ഷോപ്പറിൻ്റെ ഒരു കമൻറ്റ് വരാൻ കാരണം 60% ആൾക്കാരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അവിടെ പോയിക്കൂടെ എന്ന് ചോദിച്ച സമയത്താണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം, അത് നമ്മളെ ഫോളോവേഴ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം വിചാരിച്ചിട്ട് വന്നാട്ടാ. അപ്പം അതുപോലെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലും ഒക്കെ നമ്മളെ ആപ്ലിക്കേഷൻ ഉണ്ട്. വെബ് അതിലെങ്ങനെയാണ് ഗൂഗിളിൽ കയറി കഴിഞ്ഞാലും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് അതിൽ കാണാം, പ്രൈസ് കാണാം. അവർക്ക് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അതുപോലെ സെയിൽ എല്ലാ കാര്യങ്ങളും ക്യാഷ് ഓൺ ഡെലിവറി ഡെലിവറി ചാർജ് കാര്യങ്ങൾ അങ്ങനെ ഡെലിവറി ചാർജ് ഒക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്ത്യയിൽ എവിടെ നമുക്ക് ഡെലിവറി ഉണ്ട്. അതിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നോളൂ ഏതൊക്കെ ഓഫറുകൾ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ആപ്ലിക്കേഷനിൽ ഡെയിലി അപ്ഡേറ്റ് ആയിരിക്കും. ഓഫർ അതിലിപ്പോൾ മെസ്സേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിയുമോ? അതല്ല ഞങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ അതിലുണ്ട്, ഇതിൽ കൊടുക്കുകയും ചെയ്യാം. അതിലേക്ക് രാവിലെ 9 മുതൽ രാത്രി 9 വരെയുള്ള സമയത്ത് മലയാളത്തിൽ തന്നെ
അവർക്ക് കസ്റ്റമർ കെയർ ഉണ്ട്. എല്ലാ ഡൗട്ട് കാര്യങ്ങളും ചെയ്യാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കണ്ടിട്ട് ആ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അത് നമുക്ക് വാട്സപ്പ് ത്രൂ അവർക്ക് അയച്ചു കൊടുക്കും. വാട്സപ്പിൽ അയച്ചു കൊടുക്കാം. അതിൽ വാട്സപ്പിൽ കൂടി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനും കഴിയും അല്ലേ? ചെയ്യാൻ പറ്റും. ഓഫറിലേക്ക് അറിയാലോ എന്തൊക്കെ ഓഫർ ഉണ്ടെന്നുള്ള, അത് ആപ്പിൽ കൂടി കണ്ടാലും അറിയാലോ ഓഫറുകൾ ഉള്ളത്. അതിപ്പം ഈ ഒരു വീഡിയോയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഓഫറുകൾ. ഇപ്പോൾ ഈ വീഡിയോ എന്നായിരിക്കും നിങ്ങൾ കാണാമെന്നറിയില്ല, പക്ഷേ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെന്ത് ചെയ്യാം, അതിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഡെയിലി അപ്ഡേഷൻ കൊടുക്കുന്നതാണ് ഇവർ പറഞ്ഞത്. അപ്പം ആ ഒരു സമയത്ത് ഏത് ഫോണാണോ ഓഫർ ഉള്ളത്, ഏത് ഫോൺ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ഫോൺ വേണമെങ്കിലും ഓഫർ ഉണ്ടാവും. ഏതാണ്ട് ഒരു 300-ൽ പരം യൂസ്ഡ് ഫോണുകൾ അറ്റ് എ ടൈമിൽ നമ്മുടെ ആപ്പിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഏതൊരു സമയത്താണെങ്കിലും ഓഫർ ആയതിലുണ്ടാവും. ആളുകൾക്ക് ഒരു സെക്കൻഡ് ഫോൺ 100% വിശ്വസിച്ചിട്ട് അത് EMI എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ നേരെ ബ്ലിഷോപ്പറിലേക്ക് വരിക. വരാൻ പറ്റുന്ന ആളുകൾക്ക് ഇവിടേക്ക് വരാം, അല്ലാത്ത ആളുകൾക്ക് ആപ്പിൽ കയറി ഓർഡർ ചെയ്യാം. അതിപ്പോൾ മൊബൈൽ ഫോൺ മാത്രമാണോ ആപ്പിലുള്ള? ലാപ്ടോപ്പ് യൂസ്ഡ് ലാപ്ടോപ്പിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ലാപ്ടോപ്പ് നമ്മൾ 1 year വാറണ്ടിയിലാണ് കൊടുക്കുന്നത്. 1 year, മറ്റേ 6 months ആണെങ്കിൽ ഇത് 1 year ആണ്. പുതിയ ലാപ്ടോപ്പിന് 1 വർഷമാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. നമ്മൾ യൂസ്ഡ് ലാപ്ടോപ്പിന് 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. പുതിയത് 1-1.25 ലക്ഷം റേഞ്ചിൽ വരുന്ന ലാപ്പുകൾ നമ്മൾ 30-35 റേഞ്ചിലാണ് യൂസ്ഡ് കൊടുക്കുന്നത്. അതും 1 വർഷത്തെ വാറണ്ടിയിലാണ് കൊടുക്കുന്നത്. അതും കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, EMI ചെയ്ത് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മൊബൈൽ ഫോണിൽ പറഞ്ഞു ഒരു 3 ദിവസം നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം, അങ്ങനെയാണെങ്കിൽ അത് ഈ ലാപ്ടോപ്പിന്റെ കേസിൽ 4 ദിവസം വരെ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്യും. 4 ദിവസം വരെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലാപ്ടോപ്പിന് അതില്ല, മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ. 1 വർഷം വാറണ്ടി ഉണ്ട്. അതെ, 6 months അതിലും കൂടുതലുണ്ട്. അതെ, അതായത് നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബ്ലിഷോപ്പർ ഉദ്ദേശിക്കുന്നത് യൂസ്ഡിൽ ആളുകൾക്ക് ഒരു വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം. അതായത് യൂസ്ഡിൽ 100% വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം. അതാണ് ബ്ലിഷോപ്പറിന്റെ ഉദ്ദേശം. ഒന്നും ചേഞ്ചോ റീപ്ലേസോ ഒന്നും ഇല്ലാതെ നല്ല ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണോ എങ്ങനെയാണോ ഉള്ളത് അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കും. അതെ അല്ലേ, നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ 4 വർഷമായി പബ്ലിക്കിൽ കച്ചവടം തുടങ്ങിയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ 1 മണിക്കൂർ മതി സോഷ്യൽ മീഡിയ അത്രയും ഇപ്പോഴത്തെ കാര്യം തീർച്ചയായിട്ടും. അതെ, അപ്പോൾ ഇതേവരെ ഞാൻ ഇവർ കമൻറ്റ് വിട്ട സമയത്ത് എന്താണ് ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിളിൽ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഫോൺ എടുക്കണം, അതിന് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മളെ ഫോളോവേഴ്സിനെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇവിടെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഓഫറും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് തുടങ്ങണം? കുറച്ച് മോഡൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഫ്രഷ് പോലത്തെ കണ്ടീഷനുള്ള ഫോണാണ് സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ നീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എൻ്റെ പൊന്നെ, ഇത് എനിക്ക് തോന്നുന്നു പുതിയ ബോക്സ് പൊട്ടിച്ചാണോ? അങ്ങനത്തെ നത്തിങ്ങിന്റെ കേസിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഫ്രഷ് ഫോൺ കൊണ്ട് ബോക്സ് പൊട്ടിച്ചിട്ട് യൂസ്ഡ് ആക്കി കൊടുക്കുക, പൊട്ടിച്ചിട്ട് യൂസ്ഡ് ആക്കി കൊടുക്കുക. അതായത് ഇന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രഷ് ഫോൺ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചിട്ട് യൂസ്ഡ് ആക്കി വെക്കുക. നമ്മുടെ യൂസ്ഡ് ഫോൺ സൂപ്പർ വാല്യൂ എന്നാണ് പറയല്. അതായത് 42 തരം ചെക്കിങ് കഴിഞ്ഞിട്ട് ഒരു കംപ്ലൈൻസ് കാര്യങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയ പ്രൊഡക്റ്റിനാണ് സൂപ്പർ വാല്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ മാത്രമേ ബിഷോപ്പിൽ സെയിൽ ചെയ്യൂ. അതായത് യൂസ്ഡ് ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് എന്ന് പറയാൻ ഇഷ്ടമല്ല, സെക്കൻഡ് ഹാൻഡ് എന്ന് പറയാനാണ് ഇഷ്ടം. അതുകൊണ്ട് പുതിയൊരു ബോക്സ് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് ആക്കി കൊടുക്കുക. ഏത് ഫോണിനാണെങ്കിലും ക്ലീൻ പീസുകൾ ഉള്ള ഫോണുകൾ മാത്രമേ ബിഷോപ്പിൽ. എത്ര റേറ്റ് പ്രൈസ് നമ്മൾ ആപ്ലിക്കേഷനിലുണ്ടാവും. ഈ പ്രൈസ് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ പ്രൈസിലും ചേഞ്ച് വരും. അങ്ങോട്ടൊക്കെ ഉണ്ടാവും. പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ പ്രൈസ് ആയിരിക്കില്ല, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് ബ്ലിഷോപ്പ് എന്ന് അടിച്ചാൽ വെബ് ആപ്പ് ഉണ്ട്. അതിൽ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഗൂഗിളിൽ കയറി നോക്കിയാലും കാണാൻ കഴിയും. അതെ. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും ഇതേതാ ഐഫോണിന്റെ? ഇത് ഐഫോൺ 12 മിനി. ഇതൊക്കെ വരുന്ന പ്രൈസ് 26 രൂപ. പ്രൈസ് പറയാം. ചില മോഡലൊക്കെ പ്രൈസ് പറഞ്ഞാൽ ചിലപ്പോൾ തീരൂല. കാരണം ഈ അതെ ഒരുപാട് ഉണ്ട് കേട്ടോ. നോക്കിയാൽ കണ്ടാലറിയാം ഒരുപാട് മോഡലുകളുണ്ട്. തൊട്ടപ്പുറത്തെ ബോക്സിലായിട്ട് വേറെ ഉണ്ട്. ഇതൊക്കെ വില പറയാൻ നിന്നാൽ ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് വീഡിയോ തീരൂല. ഈ പ്രൊഡക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, എങ്ങനെ വാ. ഐഫോണ് അത് യൂസിൽ ഒരുവിധം മോഡലൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും ഐഫോൺ ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, ഏതാണെങ്കിലും. കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഗൂഗിൾ പിക്സലിന്റെ ഫോണുകളാണ്. ഗൂഗിൾ പിക്സൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്നെ ബ്ലിഷോപ്പറാണ്. കഴിഞ്ഞ 4 വർഷം ഏറ്റവും കൂടുതൽ കേരളത്തിൽ എളുപ്പം യൂസ്ഡ് പിക്സൽ ഫോണുകൾ ഗൂഗിൾ പിക്സലിന്റെ. കാരണം യൂട്യൂബ് അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ 6 മന്തിലാണ് കൊടുക്കുന്നത്. 6 month. ഇനി ഗൂഗിളിന്റെ ഫോണുകളൊക്കെ പുറമെന്ന് വാങ്ങിച്ച കസ്റ്റമർ സർവീസ് കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്ലിഷോപ്പിൽ നമ്മൾ അതിന്റെ സർവീസ് ചെയ്ത് കൊടുക്കും. അതായത് മെയിൻ ആയിട്ട് ഇപ്പം ഈ ഗൂഗിൾ പിക്സൽ വാങ്ങിയവർ എന്നോട് പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ സർവീസിന് എവിടെയും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. സ്പെയർ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ബ്ലിഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജെനുവിൻ സ്പെയർ നമ്മൾ കൊടുത്തിരിക്കും. ഡിസ്പ്ലേയോ ബോർഡോ എന്താണോ പോയി വെച്ചാൽ ഏറ്റവും പിക്സലൊക്കെ വാങ്ങിയവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതായിരിക്കും കേട്ടോ. ചിലപ്പോൾ
എവിടെ സർവീസിന് കൊടുക്കാൻ കഴിയും? ഓഫറിലൊക്കെ കണ്ട് ചിലപ്പോൾ എവിടെന്നെങ്കിലും സാധനം വാങ്ങിയവരുണ്ടെങ്കിൽ സർവീസ് കിട്ടാത്ത ആളുകളുടെ ബിഷോപ്പറിൽ കൊണ്ടുവന്നിട്ട് എന്ത് പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാം. നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിയാലും അല്ലേ, എവിടെ നിന്ന് ഫോൺ വാങ്ങിയാലും പ്രശ്നമല്ല. പിക്സലിന്റെ ഫോൺ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ സർവീസ് നമുക്ക് കൊടുക്കാം. സർവീസ് ചെയ്ത് തരാൻ കഴിയും. പിക്സൽ 4a 5G, പിക്സൽ 5, 6, 7, 6 Pro, 7 Pro, 8 എല്ലാം ഏത് വേണമെന്നുണ്ടെങ്കിലും ഉണ്ട്. ഒക്കെ കണ്ടില്ല. ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് പിക്സൽ 8. ഇതൊക്കെ 9 മാസം കമ്പനി വാറന്റിന്റെ ബാക്കിയില്ല. നമുക്ക് പ്രൈസ് പറയാൻ പറ്റുമോ? പ്രൈസ് 44. അത് കൂടി റേറ്റ് ഉണ്ട്. 70 രൂപ പുതിയ പീസിന് പ്രൈസ് ഉണ്ട്. 4 മാസം യൂസ്ഡ്, 8 മാസം കമ്പനി വാറന്റിന്റെ ബാക്കി ഫുൾ ബോക്സ്. കമ്പനി വാറന്റി 8 മാസം ബാലൻസ് ഉണ്ട്. അപ്പൊ എത്ര പ്രൈസ് പറഞ്ഞേ? 44 രൂപ. ആവശ്യമുണ്ടെങ്കിൽ അവര് പിക്സൽ 8 ലേറ്റസ്റ്റ് മോഡൽ. പിന്നെ പിക്സൽ 7 Pro ഒക്കെ ഉണ്ട്. പിക്സൽ 7 Pro ഉണ്ട്. ഇതൊക്കെ പുതിയ 90 രൂപ റേഞ്ചിൽ വരുന്നതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 37 രൂപ. 37. ഇത് കമ്പനി വാറന്റി ഉണ്ടോ? കമ്പനി വാറന്റി 6 മന്ത് നമ്മളെ വാറന്റി ഇങ്ങനെ വാറന്റി ഉണ്ട്. അതുപോലെ തന്നെ പിക്സൽ 7 ഒക്കെ ഇതൊക്കെ കമ്പനി നോൺ ആക്റ്റീവ്, ആക്റ്റീവ് ചെയ്തിട്ടില്ല, ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇനി നിങ്ങൾ എടുക്കുന്നവർ ആക്റ്റീവ് ചെയ്ത് ഉപയോഗിക്കാം അല്ലേ? അതുപോലെ തന്നെ പുതിയ പീസ് തന്നെ ഓപ്പോന്റെ ഫോണിലൊക്കെ ഉണ്ട്. തീരെ യൂസ് ചെയ്യാത്ത ഫോൺ യൂസ് ആയിട്ട് വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതിന് ബാക്കി തന്നെ. അതെ, നിങ്ങൾ ഫ്രഷ് കൊടുക്കാൻ താല്പര്യമില്ല, അത് ഫ്രഷ് ബോക്സ് പൊട്ടിച്ചിട്ട് അത് സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നോൺ ആക്റ്റീവിൽ വരുന്ന പുതിയത് 40 രൂപ റേഞ്ചിൽ വില വരുന്ന ഓപ്പോന്റെ ഫോണാണ്. 40 രൂപ റേഞ്ച് വരുന്നുണ്ട് ഫോണ്. തീരെ യൂസ് ചെയ്തില്ല, കസ്റ്റമർ സിമ്മിട്ട് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ വെക്കുന്ന 26 രൂപക്ക്. ഇതും കസ്റ്റമർ ഇതിന്റെ പ്രശ്നം എന്താ വില പറഞ്ഞത്? 40 രൂപ വില ഉപയോഗിച്ചിട്ടില്ല, തീരെ ഉപയോഗിക്കാത്ത കസ്റ്റമറുടെ കയ്യിലേക്ക് സാധനം എത്തിയിട്ടില്ല. നിങ്ങളാണ് ഫസ്റ്റ് കസ്റ്റമർ അല്ലേ? അപ്പം 26 രൂപ 6 മന്ത് വാറന്റി. അത് ഫുൾ EMI കൊടുക്കാം. ഫുൾ EMI, ഒരു പൈസയും വേണ്ട, നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി, ഫ്രീ ആയിട്ട് എടുത്ത് പോവാം. എന്തൊക്കെ അതിന് വേണ്ടിയാ? ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ സിബിൽ സ്കോർ നെഗറ്റീവ് ഉണ്ടാവരുത്. സിബിൽ സ്കോർ എത്രക്ക് മുകളിൽ വേണം? 700 മുകളിലുണ്ട്. 700 മുകളിൽ സിബിൽ സ്കോർ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് നല്ല ഒരു പൈസയും തരാതെ 0 ഡൗൺ പേയ്മെന്റിൽ. ഏത് ബജാജ് ആണോ? ഒരുപാട് EMI ഓപ്ഷൻ ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് റെഡി ആക്കി തരും. ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം ഉണ്ടായാൽ മതി. അത് സിബിൽ സ്കോർ 700 മുകളിൽ വേണം എന്ന് മാത്രം. അപ്പൊ ഏത് ഫോൺ ആയാലും 0 ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് നൽകട്ടോ. അപ്പം ഏത് വേണമെങ്കിലും ഉണ്ട്. ഇനിയിപ്പം വേറെ വിവോ ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, ഓപ്പോ ആയിക്കോട്ടെ, ഒരുപാട് എല്ലാ ബ്രാൻഡിന്റെ യൂസ്ഡ് ഫോണുകൾ നമുക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. അത് കൺഫ്യൂഷൻ ആയി പോട്ടെ. നിങ്ങൾ ഏതെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ നിരത്തി വെച്ചത് ചിലപ്പോൾ ബിഷോപ്പിൽ തന്നെ സ്റ്റോപ്പ് ഇല്ല. യൂസ്ഡിന്റെ കേസിൽ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ എടുത്ത് കാണും. ഇതൊക്കെ യൂസ്ഡ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ യൂസ്ഡ് ബോക്സ് പീസുകൾ, കമ്പനി വാറണ്ടി ബാക്കിയുള്ള. അത് പുതിയതല്ലേ? പുതിയത് വേറെ അടിയുള്ളതൊക്കെ ഇതൊക്കെ യൂസ്ഡ് ആട്ടോ. ഇതെല്ലാം യൂസ്ഡ് ആണ്. ഇതൊക്കെ യൂസ്ഡ് ആണ്. പിക്സൽ 8, ഇതൊക്കെ പിക്സൽ 8, 6, ഐഫോൺ, സാംസങ്ങിന്റെ പ്രീമിയം ഫോണുകൾ, ഇതൊക്കെ യൂസ്ഡ് ബോക്സ് പീസ്, കമ്പനി വാറണ്ടി ബാക്കിയുള്ളത്. കമ്പനി വാറണ്ടി വേറെ ബാക്കിയുണ്ട്. നിങ്ങളെ വക 6 മന്ത് വേറെ വരുമോ? അല്ല, മൊത്തത്തിൽ 6 മന്ത് ആണ്. കമ്പനി കുറച്ചാണെങ്കിൽ അതിന് മുകളിലേക്ക് നിങ്ങൾ വാറണ്ടി 8 മാസം 10 മാസം ഒക്കെ കമ്പനി വാറണ്ടി ബാക്കിയുള്ള ബോക്സ് പീസുകൾ അതുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഓരോ കൗണ്ടർ ഇങ്ങനെ പ്രൈസ് റേഞ്ചിനനുസരിച്ച് കസ്റ്റമറെ ഇഷ്ടത്തിനനുസരിച്ച് വന്നിട്ട് അവർ പറയാണ്. ഇപ്പോൾ ഒരു 30,000 രൂപ റേഞ്ചിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിന്റെ കൗണ്ടർ കാട്ടി കൊടുക്കും. ഓരോന്നിനും ഓരോ കൗണ്ടറുകളാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളൊരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങളെ സുഹൃത്തുക്കളോ കുടുംബക്കാർ ആരൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട, നേരെ ഷോപ്പറിലേക്ക് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബഡ്ജറ്റിന് ഏതിന് വേണോ, 10-ന് വേണോ, 20-ന് വേണോ, 30,000-ന് വേണോ, 5,000-ന് വേണമെങ്കിൽ അതിനുണ്ട് കേട്ടോ അവിടെ ഓപ്ഷന്. അപ്പം അത് നിങ്ങൾക്ക് 10,000-ന് മുകളിൽ മൊബൈൽ എടുക്കുന്നവർക്ക് 0 ഡൗൺ പേയ്മെന്റിൽ 5 മുതലുണ്ടോ? ഏതൊരു സാധനമാണെങ്കിലും 10,000 രൂപ മുകളിലേക്കാണ് EMI സ്റ്റാർട്ട് ആവല്. 5,000 രൂപ അല്ലെങ്കിൽ പ്രശ്നമല്ല അല്ലേ? നമുക്ക് EMI കൊടുക്കാം. അപ്പോൾ ഏതൊരാളെയും ആഗ്രഹം സഫലമാക്കാൻ ബിൽ ഷോപ്പർ തന്നെ പറയാട്ടോ, അങ്ങനത്തെ ഒരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ അടുത്തേക്ക് പോവുകയാണെങ്കിലോ, ഇനി ഒരു 10 രൂപന്റെ ചോടുള്ള ഫോണുകൾ ചോദിച്ചു വരുന്ന കസ്റ്റമർക്ക് പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളാണ് ഈ കാണുന്നതൊക്കെ. അതിന്റെ ബോക്സ് ഇതൊക്കെ എത്ര വരുന്നത്? 10 രൂപന്റെ താഴെ വരുന്നുള്ളൂ. 10,000 രൂപയുടെ താഴെ വരുന്ന മൊബൈൽ ഫോണുകളുടെ ഒരു കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ടാബ് ആയാലും ഉണ്ട്. ടാബ് കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും അതുപോലെ ഓഫീസ് ഉപയോഗത്തിനൊക്കെ പറ്റിയ നോക്കിന്റെ ടാബ്, പുതിയ ടാബ് തന്നെ. 22,000 രൂപ ഇതിന് പുതിയ വില ഉണ്ട്. പുതിയ വരുന്നുണ്ട്. ഇപ്പൊ എത്ര വരുന്നത്? നമ്മൾ വെക്കുന്നത് 11,500. 11,500. അതായത് ആരും ഉപയോഗിച്ചതല്ല, ഫ്രഷ് എങ്ങനെ ഉണ്ടോ അതേപോലെ എല്ലാ സാധനങ്ങളും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടോ. ആക്സസറീസ്, ചാർജർ എല്ലാം ഉണ്ട്. ചാർജർ വരുന്നുണ്ട്. ഇതിന് വാറന്റി ഗ്യാരണ്ടി നിങ്ങൾ 6 മന്ത് സർവീസ് വാറന്റി അല്ലേ? ഒരു 6 മന്ത് സർവീസ് വാറന്റിയോട് കൂടിയിട്ട് ആരും ഇതുവരെ ഒരു കസ്റ്റമറെ കയ്യിൽ പൊട്ടിക്കാത്ത ബോക്സ് സാധനങ്ങളുള്ള 6 മന്ത് വാറന്റിയിൽ നമ്മൾ
ടാബ് ഏതാണ്ട് പകുതി പൈസ നമ്മൾ കൊടുക്കുന്ന പുതിയ ടാബ്. പുതിയതിന്റെ പകുതി പൈസക്ക് 50% കുറച്ചിട്ട് തന്നെ പറയാം അല്ലേ? എത്ര പ്രൈസ് പറഞ്ഞിരുന്നത്? 11,500 ഇവർ നൽകുന്ന വെച്ചാല് ഉപയോഗിക്കാത്ത പീസ് ആണെങ്കിൽ അല്ലെ കസ്റ്റമർ എത്ര മന്താണോ ഉപയോഗിച്ചത് അത് കറക്റ്റ് ആയിട്ട് ഇവർ പറയും. കാരണം അതിലൊരു പറ്റിപ്പില്ല ഇല്ലേ? കാരണം പബ്ലിക്കിലാണ് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ തീർച്ചയായിട്ടും നമ്മൾ പബ്ലിക്കിലാണ് കച്ചവടം ചെയ്യുന്നത്. നമുക്ക് രണ്ട് വാക്കില്ല, ഒറ്റ വാക്കേ ഉള്ളൂ. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അത് ഒരുപാട് പേര് ഇപ്പൊ നെഗറ്റീവ് അടിക്കാനുള്ള സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞു. കാരണം അങ്ങനെയും ഇവരുടെ എല്ലാവരുടെ ഈ ഒരു സമയത്ത് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത്രക്കും ജെന്യുവൻ ആയിട്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം എപ്പോഴും പറയാം 42 ചെക്കിങ് കഴിയുമ്പോഴേക്കും ആ പ്രോഡക്റ്റ് ജെന്യുവൻ ആയിരിക്കും. അതിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് റിജക്ട് ചെയ്തോളൂ. ഇവിടെ സെയിൽ ചെയ്യൂല 100%. ചെക്കിങ് തന്നെ റിജക്ട് ചെയ്ത് പോകില്ല. ഇവിടേക്ക് ഇറങ്ങിയില്ല. നമുക്ക് ഈ കാണുന്നില്ല ബ്ലിഷോപ്പ് നമുക്കാണെങ്കിൽ 4000 സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഞങ്ങളോട് തന്നെ കണ്ടു. ഒരു ലോകം തന്നെ സെയിലിന് ഉപയോഗിക്കുന്ന നമ്മൾ 1200 സ്ക്വയർ ഫീറ്റാ. ബാക്കി നമ്മുടെ കസ്റ്റമർ കെയർ നമ്മുടെ പരിചയപ്പെടുത്താറ്. ഇതിന്റെ പിന്നാമ്പുറങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാട് സ്റ്റാഫ് കാര്യങ്ങളുണ്ട്. 9 മണി മുതൽ രാത്രി 9 മണി വരെ കസ്റ്റമർ കെയർ കാര്യങ്ങൾ. അപ്പൊ തന്നെ നേരത്തെ പറഞ്ഞത് ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ആപ്പിൽ കണ്ട് യൂസ്ഡ് ആണല്ലോ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോസോ ഫോട്ടോസോ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തിട്ട് അവർക്ക് കണ്ടിട്ട് ഒന്നുകൂടി ഉറപ്പ് വരുത്താം. ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്റ്റ് കയ്യിലെത്തിയിട്ട് ഇപ്പൊ ഇനി ഓൺലൈനായിട്ട് വാങ്ങിച്ച കസ്റ്റമർ ആണെങ്കിൽ പ്രൊഡക്റ്റ് അവർ കയ്യിലെത്തിയിട്ട് 3 ദിവസം അവർക്ക് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 10 ദിവസം പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 6 മാസം വാറണ്ടി ഉണ്ട്. ഏകദേശം എത്ര ദിവസം കൊണ്ട് ഒരു ആപ്പിൽ ഒരാൾ പ്രീപെയ്ഡ് ക്യാഷ് ആദ്യം അടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾ കേരള ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് 4 മണിക്കൂർ അവരെ വീട്ടിലെത്തിക്കാൻ കഴിയും. ഇനി ഓൾ ഇന്ത്യ ആണെങ്കിൽ 4 ദിവസം. ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഓൾ കേരള 3 മുതൽ 5 ദിവസം വരെ. 3 മുതൽ 5 ഡെലിവറി ആണെങ്കിൽ 3 മുതൽ 5 ദിവസം വരെ. സ്റ്റെപ്പ് ഡെലിവറി ആണോ? ഡോർ ഡെലിവറി? അവരെ വീട്ടിലേക്ക് എത്തും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ അതല്ലെങ്കിൽ ദൂരം കൂടുതലുള്ളവരാണെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിലൊന്ന് ഓർഡർ ചെയ്യുക. അതിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം 5 ദിവസം കൊണ്ട് സാധനം കൈ കിട്ടും. അതല്ല നിങ്ങൾ പ്രീപെയ്ഡ് ആയിട്ട് ക്യാഷ് ആദ്യം അടിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഓൾ കേരള ഡെലിവറി 24 മണിക്കൂറിനുള്ളിൽ ഓൾ കേരള ഡെലിവറി ആണ്. അത് ഇന്ത്യ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി ആണെങ്കിൽ 3 ദിവസമാണ് ഇവർ അവകാശപ്പെടുന്നത് കേട്ടോ. അപ്പം ബാക്കിയുള്ള കാര്യത്തിൽ അടുത്തൊരു കൗണ്ടർ ഇവിടെ കാണുന്നുണ്ട്. അടുത്ത കൗണ്ടറിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ 5, 6 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോണുകൾ. നേരത്തെ 10 കുറവെന്ന് പറഞ്ഞു, അത് അതിലും കുറഞ്ഞത് ഒരു 5 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാണിച്ചു കൊടുക്കും. മൊബൈൽ ഫോണുകളൊക്കെ ഒന്ന് കാണിച്ചു. സാംസങ് ഉണ്ട്, അത് തന്നെ വിവോ ഉണ്ട്, റെഡ്മി ഉണ്ട്, ഓപ്പോ ഉണ്ട്, എല്ലാ ഫോണുകളും ഉണ്ട് കേട്ടോ. ഈ പ്രോഡക്റ്റ് നമ്മൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് ധൈര്യത്തിൽ വാറണ്ടി കൊടുക്കാം. തീർച്ചയായിട്ടും നല്ലത് എടുത്ത് കൊടുത്താൽ പ്രശ്നമില്ല. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും ചേഞ്ച് ഉള്ള സാധനങ്ങൾ ക്വാളിറ്റി കുറഞ്ഞ എടുത്ത് കൊടുക്കുമ്പോൾ ആളുകൾക്ക് സെക്കൻഡിലെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അത്രയും ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം നമ്മൾ എടുത്ത് കൊടുക്കുള്ളൂ. അത് നമ്മൾ റിജക്ട് ചെയ്യും, സെയിൽ ചെയ്യൂല. അതാണ് നമ്മൾ. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, അടിച്ചമർത്താൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് കമന്റും അയക്കാം. ഉറപ്പ് അല്ലേ? അവരെ ഇങ്ങനെ ഉയർച്ചയിലേക്ക് നയിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഉയരരുത് അവര് എന്ന് വിചാരിക്കുന്നവർക്ക് എന്ത് കമന്റും അയക്കട്ടോ. അവരെ കമന്റ് നമ്മൾ പരിഗണിക്കുന്നില്ല. കമന്റ് പരിഗണിക്കും. ബ്ലിഷോപ്പിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എടുത്ത കസ്റ്റമർ എവിടെയെങ്കിലും നെഗറ്റീവ് പറയുകയാണെങ്കിൽ സ്പോട്ടിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ പരിഹരിക്കും. അങ്ങനെ എഴുതാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ കസ്റ്റമർ കെയർ ഉണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇലക്ട്രോണിക് സാധനമാണ്. എന്തെങ്കിലും നെഗറ്റീവ് ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ അതിന് എന്താണ് സൊല്യൂഷൻ അത് ബ്ലിഷോപ്പ് ചെയ്തു കൊടുക്കും. അതാണ് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവർക്ക് അറിയേണ്ട ഒരു കാര്യം. കാരണം പുതിയത് എടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ, അത് കമ്പനി വാറണ്ടി ഉണ്ടാവുമല്ലോ, ഗ്യാരണ്ടി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നത്. പക്ഷെ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതിനും ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. എടുക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് മലയാളിക്ക് എന്ത് പ്രൊഡക്റ്റാണ് യൂസ്ഡ് എടുക്കാൻ താല്പര്യം. പക്ഷെ എല്ലാവർക്കും ഒരു പേടിയാണ്, പറ്റിക്കപ്പെടുവോ എന്നുള്ളൊരു പേടിയാണ്. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടാവും. എക്സ്ചേഞ്ച് ഉണ്ട്, അവർക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. അങ്ങനെ എടുക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫോൺ ഉണ്ട്, ഇവിടെ വന്നിട്ട് നിങ്ങൾ പുതിയ സെക്കൻഡ് ഫോൺ എടുക്കുകയാണ്. അത് ഫുൾ എമൗണ്ട് EMI ആക്കിയിട്ട് എനിക്ക് കയ്യിലുള്ള ഫോൺ ക്യാഷ് ആക്കണം. അതുണ്ട്. അത് ഫോണും എടുക്കാം, ആ കയ്യിലുള്ള ഫോൺ ഇങ്ങോട്ട് തന്നിട്ട് അതിന്റെ പൈസ വാങ്ങി പോക്കറ്റിൽ ഇട്ട് പോയി ചെയ്യാൻ ഓപ്ഷൻ. ഓക്കെ. കസ്റ്റമർ ആവശ്യം എന്താണോ അത് നമ്മൾ നിർത്തി കൊടുക്കും. അടുത്ത കൗണ്ടറിലേക്ക് വന്നാണ്. കൗണ്ടറുകൾ തീരുന്നില്ല കേട്ടോ. ഈ കൗണ്ടറിൽ നമ്മളൊരു 10-15 റേഞ്ചിൽ വരുന്ന 5G ഫോണുകൾ, 5G ഫോൺ, അതായത് പുതിയൊരു 30 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഫോണിന്റെ യൂസ്ഡ് 15 രൂപ 16 രൂപ ആ റേഞ്ചിൽ വരുന്ന യൂസ്ഡ് ഫോൺ. മോട്ടറോള വരുന്നുണ്ട്. എല്ലാ മോഡൽ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടോ, ഏതൊക്കെ ബ്രാൻഡ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടോ അതൊക്കെ അവിടെ ഉണ്ടാവും. അതുപോലെ സോണി പിക്സൽ, ഇത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ യൂസ്ഡ് വിട്ടിട്ടുണ്ടായ ബിഷോപ്പർ ആയിരിക്കും. സോണി ബ്രാൻഡ് അധികം ആളുകൾക്ക് അറിയില്ല. ഇപ്പൊ സ്റ്റോക്ക് ഇല്ല, നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പം ഇവിടെ തന്നെ ഇവര് പറയുന്നത് സ്റ്റോക്ക് കുറവാണ്. ഞാനിവിടെ കണ്ടത് ഇനി ഇവിടെ സ്റ്റോക്ക് വെക്കാന്നാ എനിക്ക് സംശയം. അടുത്ത മാസമൊക്കെ ഓണം സ്റ്റാർട്ട് ചെയ്യണം, ഒരുപാട് ഓഫറുകൾ ഒരുപാട് വരാണ്ട്. ഓണത്തിന്
പിന്നെ ഓഫറുകൾ വരാണ്ടില്ലേ. അപ്പം ആദ്യം മസ്റ്റ് ആയിട്ട് കാണുമ്പം തന്നെ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നേരെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓഫറുകൾ ഡെയിലി അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ഇനി അതിനൊക്കെ പുറമെ നമുക്ക് ആക്സറീസും ഉണ്ട്. ഒന്ന് പരിചയപ്പെടുത്താം. ബാ, ആക്സറീസിലേക്ക് പോവാണെങ്കിൽ അടുത്തൊരു തട്ട് ഇവിടെ വരുന്നുണ്ട്. വാച്ച്, സ്മാർട്ട് വാച്ച് വരുന്നുണ്ട്, എയർപോർട്ട് വരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതിലൊരു വാച്ച് ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് 10,000 രൂപ വരുന്ന വാച്ചാണ്. ഇപ്പൊ നിങ്ങൾ ഫ്ലിപ്കാർട്ടോ ആമസോണോ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 4,000 രൂപക്ക് വിൽക്കുന്ന പ്രൊഡക്റ്റാണ്. 4,000 രൂപക്ക് വിൽക്കുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ വേണമെങ്കിൽ ഇതിന്റെ പേരൊന്ന് അടിച്ചു നോക്കട്ടാ. നമ്മൾ ഓഫറിൽ വിൽക്കുന്നത് 2,500 AMOLED ഡിസ്പ്ലേ ആണ്, കോളിംഗ് ഉള്ള വാച്ചാണ്. 4-5 ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അപ്പൊ ഇതിനെങ്ങനെ വാറണ്ടി കൊടുക്കുന്നത്? 1 ഇയർ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊല്ലം നിങ്ങൾക്ക് മാറ്റി തരുക. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്. വരുന്ന ഓഫർ പ്രൈസ് ആണ് 2,500. അത് ഇനി കുറയോ കൂടുമോ അങ്ങനെ എന്തെങ്കിലും? 2,500 എന്ന് പറഞ്ഞാൽ പരമാവധി ഓഫറാണ്. ഓക്കെ, അപ്പോൾ ആപ്പിൽ ഉണ്ടാവും. നമുക്ക് നമ്മുടെ പിന്നാമ്പറങ്ങളൊക്കെ വേണേ ഒന്ന് പോവാം. തീർച്ചയായിട്ടും പോയിരിക്കണം. കാരണം ഇവിടുന്ന് അങ്ങനത്തെ ഒരു പിന്നാമ്പറം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണ്ടേ. കയറല്ലേ, അകത്ത് കയറുകയല്ലേ. അപ്പൊ ബ്ലിസ് ഷോപ്പിന്റെ പിന്നാമ്പുറത്തേക്കൊന്ന് പോകാം നമുക്ക്. അപ്പാ ഇങ്ങനത്തെ ഒരു കലവറ ഇതിന്റെ ഉള്ളിലുണ്ടല്ലേ. ഇനി അവിടേക്കുണ്ടോ? ഇത് നമ്മളെ കസ്റ്റമർ കെയർ ആണ്. ഒരു ഫോൺ എടുത്ത കസ്റ്റമർക്ക് എന്താ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെ നമ്മുടെ കസ്റ്റമർ കെയർ ലഭ്യമാണ്. കൂടെ കസ്റ്റമർക്കോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി ഡിസ്റ്റർബ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാ. ഓക്കെ, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ അയച്ചു തരും. എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും കിട്ടും. നമ്മളെ കസ്റ്റമർ കെയർ ഇതുവരെ പുറത്തിരുന്ന സമയത്തും ഇതുപോലെ ഒരു അകം ഉണ്ടെന്നോ, ഇത്രയും ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ പുറത്ത് പോയിട്ടില്ല. ആദ്യമായിട്ടായതുകൊണ്ട് ഒന്ന് കണ്ടോട്ടെ വെച്ചിട്ട് കാണിക്കുകയാണ്. അതുപോലെ നമ്മളെ ഓർഡർ വരുന്ന കാര്യങ്ങൾ കൺഫേം ചെയ്യുക. അത് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ കയ്യിൽ എത്തുന്ന വരെയുള്ള ഫോളോ അപ്പ് എല്ലാം ഉണ്ട്. പാക്കിംഗ് നടക്കുന്നുണ്ട് അവിടെ. കസ്റ്റമർ മോളിലാണ് ചെക്കിങ് കാര്യങ്ങൾ ഇവിടെ മോളിലാണ് കിടക്കുന്നത്. ഇത് 2 തട്ടായിട്ടാണ്. മുകളിൽ ചെക്കിങ്, നമ്മുടെ മീറ്റിംഗ് റൂമുകൾ കാര്യങ്ങൾ. ലോകം തന്നെ അല്ലേ, പുറമെ കാണുന്ന ഭാഗം മാത്രം ചെറിയൊരു ഭാഗമാക്കി 24 പേര് ഇപ്പൊ ബ്ലിസ് ഷോപ്പറിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെരുപ്പ് പുറത്ത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഒരാളല്ല 3 ചെരുപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. പുറത്ത് ആളെ കാണുന്നില്ലേ. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ വർക്ക് കഴിഞ്ഞാലാണ് ആ കസ്റ്റമറുമായിട്ട് കോൺടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഒരു പിന്നെ കോൺടാക്ട് ഉണ്ടാവില്ല. ബ്ലിസ് ഷോപ്പർ നേരെ തിരിച്ചാണ്. ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ ആ കസ്റ്റമറുമായിട്ട് നമ്മൾ കോൺടാക്ട് സ്റ്റാർട്ട് ചെയ്യും. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബാക്കപ്പ് നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് സപ്പോർട്ട് വേണം. ഇനിയിപ്പോൾ നമ്മൾ 6 മാസം പറഞ്ഞില്ലേ വാറണ്ടി, 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ കസ്റ്റമർക്ക് ഈ ഫോണിന് കംപ്ലൈൻറ്റ് വരുന്നതെങ്കിൽ അതിൻ്റെ സർവീസിന് സ്പെയറിൻ്റെ ക്യാഷ് മാത്രം വാങ്ങിയിട്ട് അവർക്ക് ലൈഫ് ടൈം ആയിട്ട് നമ്മൾ ഫോണിന് വാറണ്ടി കൊടുക്കും. അതുകൊണ്ട് സർവീസ് വാറണ്ടി കൊടുക്കും. നിങ്ങളുടെ വയ്യ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തു. ഓക്കെ, എന്നാൽ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.